Audience. ബീഫ് ബീഫോ? എവിടുന്ന്? ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ച്. ചേച്ചി എടുത്തോണ്ട് കൊടുക്ക, ചേച്ചി വെക്കും. തങ്കച്ചേട്ടത്തിൽ കൊണ്ട് ചെന്നപ്പോഴ് തേങ്ങ കൊത്തിടാൻ തേങ്ങയില്ല, ബീഫ് മസാല ഇല്ല, കൊച്ചുള്ളിയില്ല. അപ്പൊ അത് ലില്ലിപ്പണ്ടി തരാം. എല്ലാം ഇവിടെ ഉണ്ട്. കൊച്ചുള്ളി ഉണ്ട്, പിന്നെന്തോ മസാലയാ? മസാല വേണം, മസാല ഉണ്ട്, തേങ്ങ നല്ലൊരു ഉണക്ക തേങ്ങ അവിടെ കിടപ്പുണ്ട്. കൊണ്ടുകൊടു. എവിടെ? ചേച്ചി എടുത്തോണ്ട് കൊടുക്കാൻ. ഇല്ല, അത് വേറെ എന്തോ എടുത്തും കുത്തോട്ടിരിക്കുക. ചേച്ചി വെച്ചാലേ ശരിയാവത്തോളൂ. ലില്ലിപ്പണ്ണ കുടങ്ങാവുള്ള സ്റ്റൈലെന്ന് വെച്ചേ. പിന്നെ ഞാൻ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ എല്ലാം ഞാൻ തോത്തു ഉടച്ചിടുന്നുണ്ട്. എനിക്ക് കൊതി കൊണ്ടാണല്ലോ ഞാൻ മേടിച്ചോണ്ട്. എന്നാലും എനിക്ക് ആ ഹോട്ടലിൽ കയറി കഴിച്ചാൽ മതിയായിരുന്നു. ഒന്ന് വൈകിട്ട് വെക്കാം. വൈകിട്ട് വെച്ചാ പോരാ, മീൻകറി. ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ വെക്കാം. മീൻകറി ഉണ്ട്, മെഴുക്കുവരട്ടി ഉണ്ട്, ചമ്മന്തി ഉണ്ട്. അത് മതി. പുളിശ്ശേരി ഉണ്ട് താഴെ, നല്ല പുളിശ്ശേരി. അതിന്റെ കൂടെ ഈ ബീഫ് ഉണ്ടല്ലോ, പൊളിയായിരിക്കും. എന്തോരം പണിയുണ്ട്. വെള്ളം ഒഴിക്കണം. ഞാൻ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ മേടിച്ചോണ്ട്. എന്റെ ലില്ലിപ്പണ്ണല്ലേ, എനിക്ക് സാധനത്തെ പറയാം. എന്റെ ലില്ലിപ്പണ്ണല്ലേ ഉള്ളൂ. എവിടുന്ന് കിട്ടി പൈസ? പക്ഷെ പണിയുണ്ടായിരുന്നു. ആ പൈസ കിട്ടിയപ്പം 1 കിലോ ബീഫ്. ആ പൈസക്ക് മൊത്തം ബീഫ് വാങ്ങിച്ചോട്ട് വന്നു. ഇല്ല, പരിസംഖ്യക്കുള്ള പൈസ റോസ്ബെരിക്ക് കൊടുത്തു. ബേക്കറി കുട്ടൻ്റെ 10-220 രൂപ കൊടുക്കാണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ ബാക്കി ഇനി 10-50 രൂപ കണ്ടാണ്. എന്റെ പൈസ എവിടെ? ഇല്ല, അതിന്റെ വാങ്ങിച്ച 500 രൂപ. അതെവിടെ? എപ്പോഴും എന്റെ വാങ്ങിക്കുന്ന പൈസ അയ്യോ ഇങ്ങനെ കാണിക്കും. 500 നാളത്തെ 70 രൂപ, 570 രൂപയല്ലേ ഉള്ളത്. നാളെ പണിയിട്ട് 500 രൂപ സൂഫി എടുത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു. അത്യാവശ്യം പൈസ പിന്നെ അവരുടെ വാപ്പയും അനിയത്തേക്ക് അവിടെ ഉണ്ട്. നാണക്കേടാ, കൊണ്ട് കൊടുക്കട്ടെ ഞാൻ. പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാനും അതിനാ വന്ന ദിവസം കണ്ടത്, പിന്നെ കണ്ടിട്ടില്ല. വാപ്പയെ കണ്ടോ? വാപ്പ എങ്ങനെയാണ് ആൻസർ ചുള്ളനാണ്. ഒരു കാര്യം, മക്കള് ബീഫ് ഫ്രൈ ഉണ്ടാക്കുക. അപ്പോഴത്തേനും ഞാൻ ഒരു വട്ടം കറങ്ങിയിട്ട് സെറ്റാക്കിട്ടുണ്ട്. ഒരു വട്ടം കറങ്ങിയിട്ട് എന്റെ 500 രൂപയും കൂടെ ഒപ്പിച്ചോണ്ട് വാ. ഇങ്ങനെയാണെങ്കിൽ ഇനി സത്യമായിട്ട് അച്ഛൻ വന്ന് ചോദിച്ചാൽ ഞാൻ പൈസ തരത്തില്ല കേട്ടോ. അല്ല, അത് കറക്റ്റ് ഇന്ന് കൊണ്ട് ഇന്ന് വൈകിട്ട് കൊടുത്താൽ മതിയല്ലോ. അത് നല്ല ബീഫ് അങ്ങോട്ട് അരിഞ്ഞാ പിടിച്ചേക്കുന്നത്. കഴിവ മാത്രം മതി. എല്ലും നെയ്യും പ്രത്യേകം ഉണ്ട്. അത് ബീഫ് കഴുകി തന്നിട്ട് പോകും. എന്തോ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കണേക്കാട്ടി നല്ലതേ മാമന്റെ അടുത്ത് പറഞ്ഞ് മറ്റേ റോസയൊക്കെ വാങ്ങിച്ചൂടെ? പൂ പോലും ഇല്ല ഇവിടെ. എനിക്കത് പലപ്പോഴും തോന്നാറുണ്ട്. നിനക്കാ ബോധം ഉണ്ടായി. അവിടെ ഒരു പൂ മാത്രം നിൽക്കണം, വേറെ ഒരു പൂവില്ല. നീ തന്നെ മാമനോട് പറ, മാമ നമുക്ക് ആ പിന്നെ നേഴ്സറി പോയിട്ട് കുറെ നല്ല പൂവുള്ള ചെടിയൊക്കെ വാങ്ങിക്കാന്ന് പറയണോ കേട്ടാ കുഞ്ഞ്. കുഞ്ഞു വല്ലതും കഴിച്ചായിരുന്നോ? എന്ത് കഴിച്ച്? ഞാൻ മറ്റേ ദോശയാ. ഇതെവിടെ പോയി? കട വരെ പോയി ചേച്ചി. ആണോ? ഇത് സാധനം വാങ്ങിക്കാൻ പോയാ? സാധനം വാങ്ങിക്കാൻ പോയതാ. ഒരു കൊടയായിട്ട് പോയിക്കൂടായിരുന്ന ഈ വെയിലത്ത്? ചൂടാണ്, പോട്ടെ എന്നാ. എന്താ സുറുമീനൊക്കെ വന്നിട്ട് പിന്നെ കണ്ടില്ലല്ലോ? അവളിങ്ങനെ പിന്നെ ഉറക്കമൊക്കെ ആയിട്ട് പഠിത്തോ പുസ്തകം ബാപ്പ വന്നിട്ട് പോയാ? ഇല്ല, ഞാന് പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ തിരിച്ച്. പോട്ടെ എന്നാ. അപ്പൊ മോള് വാപ്പയുടെ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല വാപ്പ, ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് വരാം. ഇത്താത്ത ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, മമ്മൂട്ടിക്ക് ഇവിടെ ഇല്ലല്ലോ. എന്താ മുഖത്തൊരു വല്ലായിക? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല വാപ്പ, ഒന്നുമില്ല. ചെറിയൊരു തലവേദന പോലെ. ഇനി എവിടെ എൻ്റെ കൂടെ വരുന്നില്ലെന്നാ പറയുന്നത്? ഞാൻ ഒറ്റയ്ക്കലുള്ളൂ വാപ്പ. കോളേജിൽ നിന്ന് പോകുന്ന വഴി ഞാനും അവിടെ കയറാം. ഞങ്ങൾ 2 ദിവസം അവിടെ നിന്നിട്ടേ പോകത്തുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ കൂടെ കൂട്ടി വരുന്നല്ലോ ഞാൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി വാപ്പ. എന്താണ് ഇത്? വിഷമിക്കുന്ന മോളെ, നീ ബാപ്പടത്തിനും പറഞ്ഞു? ഇല്ല താത്ത, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. നീ ഇങ്ങനെ റൂമിൽ അടച്ചിരുന്ന് എന്തോ ചെയ്യുന്നേ? ഇങ്ങനെ ആയ എന്തോ ചെയ്യും? പറ്റുന്നില്ല, പറ്റത്തില്ല. നീ വിഷമിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവത്തില്ല. ഇത്തത്തേക്ക് അറിയാഞ്ഞിട്ട് അവന്റെ സ്വഭാവം. അവൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കും.
ആ ലില്ലി ചേച്ചിയൊക്കെ ചോദിക്കുന്നു, നീ വന്നിട്ടൊന്ന് കണ്ടതുപോലും ഇല്ലല്ലോ ഒന്ന്. നീ ഇങ്ങനെ ഇരുന്ന് ശരിയാകത്തില്ല കേട്ടോ. എനിക്കാരും കാണണ്ട. ഇല്ല മോളെ, ഒരു പ്രശ്നവും വരുത്തില്ല, ഞാനുണ്ട് നിന്റെ കൂടെ. ആരെങ്കിലും വിളിച്ചായിരുന്നു കൂട്ടുകാരികളെല്ലാം? ആരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ആരുടെയും കോളൊന്നും എടുത്തില്ല. എന്തെങ്കിലും കുഴപ്പം ലീക്കായ വാട്സാപ്പിലൊന്നും മെസ്സേജുകളോ? അറിയില്ല, ഞാൻ ഇനി കോളേജിലൊന്നും പോകുന്നില്ല. സൂഫി വിഷമിക്കല്ലേ? എന്ത് പറ്റി? പേടിയാവുക. എന്റെ അനിയത്തിയില്ലേ സുമി, അവളെ കോളേജിൽ ടൂർ വിട്ടായിരുന്നു. എന്റെ നിർബന്ധത്തിനാ വെച്ച് വിട്ടത്. അവിടെ കൂട്ടുകാരി നവീനെന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവൾ അവിടെ കൂട്ടുകാരൊക്കെ എല്ലാം കൂടെ ആപ്പിൾ ജ്യൂസിന്റെ അകത്ത് ലിക്കറെല്ലാം അവിടെ കലക്കി കൊടുത്ത്. അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. അത് സാരമില്ല, അതിന് നീ ഇന്ന് കരയണതിന് ആരും അറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അതല്ലേ ചേച്ചി, അവനാണെങ്കിലേ അവൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. ഇവര് കണ്ണുപിടിക്കുന്നതൊക്കെ. അത് മാത്രമല്ല ചേച്ചി, ഭയങ്കര ഭീഷണിയാ. ഭീഷണിപ്പെടുത്തി പൈസ ചോദിക്കോ മറ്റു പലതും ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലിട്ട് അവളെ ഭീഷണിപ്പെടുത്തുക. അപ്പം വീഡിയോ വല്ല ലീക്കായ പിന്നെ ആ കൊച്ചു ജീവിച്ചിരിക്കത്തില്ല. ആ കൊച്ചാണെങ്കിൽ ഒന്നാമതേ പേടിയാ. അവളിപ്പോ ആകെ ഡിപ്രഷനിലെ ചേച്ചി. അല്ല, ഇത് മമ്മൂട്ടിനോട് പറയാ? എങ്ങനെ പറയും ചേച്ചി? ആ സ്വഭാവം അറിയാലോ, എന്നെ കൊല്ലത്തില്ലയോ? അല്ല, പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും ചേച്ചി? എന്റെ നിർബന്ധത്തിനാ ഞാൻ കഷ്ടപ്പെട്ട് അവളെ ഹോസ്റ്റലിൽ വിട്ട. ബാപ്പയ്ക്കൊന്നും ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു വിടാന്. അതെന്റെ ഏറ്റവും വലിയ ടെൻഷന്. ബാപ്പ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എന്തോ ആയി തീരുമെന്ന്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലല്ലേ ഇതിനൊക്കെ ഒരു വഴി ഉണ്ടാവത്തുള്ളൂ. ചേച്ചി, നാട്ടുകാരെ വല്ലതും അറിഞ്ഞോണ്ടല്ലോ എന്തോ ആ അവസ്ഥ കൊച്ചിന്റെ. ഒരു കാര്യം പറയട്ടെ, കനകനോട് പറയാം. വേണ്ട ഒന്നുമില്ല, കനകനോട് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ചേച്ചി പറഞ്ഞ ഇല്ല, ഞാൻ പറയരുതെന്ന്. എന്തെങ്കിലും ചെയ്യണ്ടേ? ഒരു പെങ്കൊച്ചിന്റെ ജീവിതമല്ലേ? ഇങ്ങനെ ഭീഷണി കേട്ടോണ്ട് എത്ര നാള് ജീവിക്കും? അവൾക്ക് പുറത്തു ഇറങ്ങുന്നില്ല, കോളേജിലൊന്നും പോകുന്നില്ല. വല്ല അസുഖവും വരുമോ അതിന്? വല്ല മാനസിക രോഗവും? എനിക്കാണെങ്കിൽ അവളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? ഒരു കുഴപ്പമില്ല, കനകം നോക്കിക്കോളൂ അത്. എന്റെ പേരെന്താ പറഞ്ഞ? നവീൻ. ഫോട്ടോ ഉണ്ടാണ്ട? ഉണ്ട്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ? വേറെ ആരൊക്കെ? നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളൊരു 30 പേരോളം ഉണ്ടായിരുന്നു. ഈ സംഭവിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എത്ര പേരായിരുന്നു? ഞങ്ങൾ 4 പേര്. ബാക്കിയുള്ളവരൊക്കെ ഇതിനകത്തുണ്ടോ? ദീപ്തിയും മിനു ശാലിനിയുണ്ട്. ഇതെങ്ങനെയായിരുന്നു പറയാൻ പറ്റുമോ? അത് കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂറ് പോയതായിരുന്നു. ബാപ്പ സമ്മതിക്കത്തില്ലായിരുന്നു ടൂറിന് പോകാൻ. എനിക്കോ പണ്ട് പോകാൻ പറ്റിയില്ലല്ലോ. അവളെങ്കിലും പോട്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ നിർബന്ധത്തിൽ വിട്ടതാ. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. സംഭവിച്ചു പറയട്ടെ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു? സെക്കൻഡ് ഡേ ഞങ്ങൾ വാഗമണിലേക്കായിരുന്നു പോയത്. അപ്പോൾ അന്ന് നൈറ്റ് ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ജോളി മൂഡായിരുന്നു. ബോയ്സ് കുറച്ച് പേരൊക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഞങ്ങൾക്ക് ആപ്പിൾ ജ്യൂസാന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിലൊഴിച്ചൊരു ജ്യൂസ് കൊടുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. അത് കഴിച്ചപ്പോൾ മുതൽ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വിറയലും തല ചുറ്റലും വോമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ ഞങ്ങൾ കുറേ തവണ വോമിറ്റ് ചെയ്ത് ആകെ ടയേർഡായിട്ട് റൂമിലേക്ക് പോയത്. പിറ്റേന്ന് ടൂറെല്ലാം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴാണ് കുറച്ച് എഡിറ്റ് ചെയ്ത വീഡിയോസ് കാണിക്കുന്നത്. മദ്യലഹരിയിൽ കോളേജ് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷനായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം
ഇത് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത് ഇപ്പം? അവൻ പൈസ ചോദിക്കുന്നുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും കാണിച്ചായിട്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞു? നിങ്ങൾ ഈ 4 പേരല്ലേ കാണിച്ചിട്ടുള്ളല്ലേ ഈ സംഭവം പറഞ്ഞേക്കുന്നത് അല്ലേ? അതെ, ഇതുവരെ കാണിച്ചിട്ടില്ലെന്നാ പറയുന്നത്. കനാൻ ചേട്ടൻ അറിയാമല്ലോ, ഞങ്ങൾക്ക് വേറെ ആരും പറയാനില്ലാന്ന്. ഈ കവലം അറിഞ്ഞാൽ ആകെ പ്രശ്നവും. അത് ഓർത്തഡോക്സ് ഫാമിലിയാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെയാണോ ഇതിന്? നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ? ഒന്നാമത്തെ കാര്യം, ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എല്ലാ ദിവസവും മീഡിയയിലും കാര്യങ്ങളിലൊക്കെ വരുന്നതാണ്, വാർത്തകളും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ഈ അമിതമായ ആരെയും വിശ്വസിക്കരുത് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. ഇനി രണ്ടാമത്, ഈ പറഞ്ഞ കാര്യം, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുകയോ നിയമത്തിൻ്റെ വഴിക്കൊക്കെ പോകേണ്ടതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ഇവനെ ഞാനൊന്ന് ട്രേസ് ഔട്ട് ചെയ്യാം. എനിക്ക് ഇവൻ്റെ നമ്പരും ഫോട്ടോയും കൂടി എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്തിരുന്നാൽ മതി. ചെയ്യും. എല്ലാ ശനിയാഴ്ചയും ഇവിടെ വീട്ടിൽ പോകേണ്ടതാ. കഴിഞ്ഞ ശനിയാഴ്ച പോയില്ല, സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. വിളിച്ചപ്പോൾ എന്തുവാന്ന് ചോദിച്ചപ്പോഴാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. കേസിൻ്റെ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി ആൾക്കാർ അറിഞ്ഞു, മിക്കൊക്കെ അറിഞ്ഞു. അത് ഭയങ്കര പേടിയാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നിയമത്തെ ഭയക്കുകയല്ല വേണ്ടത്, നിയമത്തോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. അപ്പോഴല്ലേ നീതി നടപ്പിലാവുള്ളൂ. പക്ഷേ നമുക്ക് നോക്കാം, നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിവതും നമുക്ക് അല്ലാത്ത രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട. നമ്മളിനിപ്പോൾ എന്തായാലും എപ്പോഴും പറയേണ്ടത്, നിങ്ങൾ പെൺകുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ. എത്രത്തോളം സൗഹൃദം ഉണ്ടെങ്കിലും നമ്മൾ അത്ര അധികം ആരെയും വിശ്വസിക്കരുത്. ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റും. നമുക്ക് സാരല്ല, വിഷമിക്കണം കേട്ടോ. എല്ലാം ഉണ്ട് വെച്ചാനെ. നവീന അളിയാ കാണാനൊന്നുമില്ലല്ലോ. നിന്നൊന്ന് കാണാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വിളിച്ചിരുത്തേ. അളിയാ കോളേജ് ടൂറൊക്കെ പോയെന്ന് അറിഞ്ഞല്ലോ. എല്ലാം നടന്ന്, എല്ലാം സെറ്റാണ്. എന്തൊക്കെ പ്ലാനിങ് നടന്നെന്നോ ആരൊക്കെയോ കൊത്തിയെന്നൊക്കെ നമ്മൾ അറിയാം. നിന്നോട് ഞാൻ പറയാതിരിക്കോ? പ്ലാനിങ് ഒക്കെ ആയിട്ട് വരുന്നേ ഉള്ളു. ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, സെറ്റാക്കാം. ആ ഒരു മിനിറ്റ്. ഹലോ, ആ ലക്ഷ്മി പറ. ഇല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുവോ. നാളെയോ? ഓക്കെ, നാളെ മീറ്റ് ചെയ്യാം. ഓക്കെ. അളിയാ മുത്തേ ആരുടെ ഈ ലക്ഷ്മി? പുതിയ ഐറ്റാണോ? എടാ 2-3 ദിവസമായി നമ്പർ വരെ ഒരു കോൾ വന്നതാ. നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുവോ. അളിയാ പെൺശാപൊന്നും പിടിച്ചു വെക്കല്ലേ എന്റെ മുത്തേ. എന്ത് ശാപം? ഇതിന്റെ അവിനെ തേടി വന്ന സാധനമല്ലേ. നീ വണ്ടി എടുക്ക്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലൊക്കെ പോവാം, വാ. ഹായ് ലക്ഷ്മി. ഹായ്. എന്താണ് ചിരിക്കുന്നത്? നേരിട്ട് കാണാൻ സുന്ദരനാണ്. താങ്ക്സ്. എന്തെങ്കിലും നോക്കുന്നു? ഫോണിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഭയങ്കര സംസാരമല്ലോ. ഇപ്പം നേരിട്ടുണ്ടപ്പോൾ എന്താ ഒന്നും പറയാനില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒരു കണക്റ്റിങ്ങിന് പ്രതീക്ഷിച്ചായിരുന്നു. എവിടെയാണ് വഴുതക്കാട്? എവിടെ എത്താം? വഴുതക്കാട് അറിയോ? വഴുതക്കാട് ഇതുവരെ എനിക്ക് അറിയില്ല. പക്ഷേ ഇപ്പം ആരൊക്കെ ഉള്ളതുപോലൊരു ഫീല്. ചിരിക്കല്ലേ. പിന്നെ പറയും. എനിക്കൊന്നും പറയാൻ വരണില്ല. ജ്യൂസ് പറയട്ടെ? ഇത്ര പെട്ടെന്നോ? എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞതാ. അല്ല, ഫോണിൽ സംസാരിക്കാൻ 100 നാക്കാണല്ലോ. ഇപ്പം എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? പെട്ടെന്ന് കണ്ടതിൻ്റെയുള്ളൊരു തൻ്റെ ഫോണിൽ നിന്ന് നമ്പർ മാറി എൻ്റെ ഫോണിലേക്ക് കോൾ വരാനും. എന്താ അത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടല്ല, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരിക്കലും. അതുകൊണ്ടല്ലേ എനിക്ക് നവീനെ പരിചയപ്പെടാൻ പറ്റിയത്. ഞാൻ ആലോചിക്കും, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ എങ്ങനെ കാണുക? അതിന് നമ്മൾ പിരിയുവാണോ? ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തിന്?
എനിക്ക് തന്നെ കാണണമെന്ന് തോന്നിയാൽ വീട്ടിൽ പോയാലും കാണാമല്ലോ. ജസ്റ്റ് ഒരെണ്ണം. അതിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ. നോക്കേ. കൊള്ളാവോ? നോക്കട്ടെ. ഫോട്ടോ ഒക്കെ സൂപ്പറായിട്ട് എടുക്കുന്നുണ്ടല്ലോ. എൻ്റെ കോളേജിലെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഞാൻ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുന്നു. ഫോൺ ആർക്കാ കൊടുത്തേ? എൻ്റെ ഫോൺ തന്നേ. നന്നായിട്ടുണ്ടല്ലോ. എൻ്റെ ഫോൺ താ. ലക്ഷ്മി എൻ്റെ ഫോൺ വാങ്ങി തന്നെ. എൻ്റെ ഫോൺ തന്നെ കൊടുത്തേ. ഇനി നീ ഇത് എഡിറ്റ് ചെയ്യും അല്ലേ? ലക്ഷ്മി ഞാൻ ചീറ്റി. ഇതാരാടാ? എൻ്റെ ഫ്രണ്ടാ. എൻ്റെ ഫ്രണ്ടിന്റെ പേരെന്താ? പേര് ലക്ഷ്മി. ലക്ഷ്മി എന്നാണോ? അഞ്ചു. ഓ, അഞ്ചു എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാനോ? കേരള പോലീസ്. ഞാനും കേരള പോലീസിലാണ് സാറേ. വേറെ കുറച്ച് പോലീസുകാർ വിളിപ്പോലെ ജീപ്പായിട്ട്. സാർ എൻ്റെ ഫോൺ ഫോൺ തരാടാ. എടാ, ഈ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രമുള്ള കാര്യങ്ങളല്ല. കേരള പോലീസിന് പറയാൻ ചീറ്റ് ചെയ്യാൻ സാർ എൻ്റെ ഫോൺ. ജ്യൂസ് പറയണം. ജ്യൂസ് പറയണ്ട. ആപ്പിൾ ജ്യൂസ് എടുക്കണം. എനിക്കൊന്നും വേണ്ട. ആപ്പിൾ ജ്യൂസ് ഫോൺ നമുക്ക് ആപ്പിൾ ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്ന് ഞാനല്ലേ സാറേ നമുക്ക് നമ്മുടെ പോലീസ് അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എവൻ്റെ കൊടുക്കാം. ഇവൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യും. വരാത്തര സാർ എനിക്ക് പോണ വീട്ടിൽ. വീടാ? നിനക്ക് വീട് കൂടിയൊക്കെ ഉണ്ടല്ലേ? മെമ്മക്കളെ കൊണ്ടാ വീട്ടില്? ഞാൻ നിനക്ക് നീയാ സാറേ എന്നെ ചീറ്റ് ചെയ്തത് ഞാൻ. എടാ, ക്യാമ്പസിൽ വളരേണ്ടത് സൗഹൃദങ്ങളാണ്, നല്ല ബന്ധങ്ങളാണ്, അല്ല ചീറ്റിംഗ് അല്ല. നിന്നെ വിശ്വസിച്ചിട്ടല്ല ആ പെൺകുട്ടികളെ ജ്യൂസ് മേടിച്ച് കുടിച്ചത്. അത് കുടിച്ചതും പോട്ടെ, അതിന്റെ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അതിന് ചേരാത്ത വാക്കുകൾ എഴുതി ചേർക്കുന്നു, എന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു, പല കാര്യങ്ങളും ചോദിക്കുന്നു. മര്യാദ വേണ്ട അതൊക്കെ. നിന്നെ കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടിയിരുന്നടാ. 2-3 ദിവസമായിട്ട് ഞങ്ങൾ നിന്റെ പിറകെ തന്നെ ആയിരുന്നു കേട്ടാ. പക്ഷെ സാറേ ഇവന് ഇത്ര പെട്ടെന്ന് വളയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പം വളയാൻ വേണ്ടിയും വളയ്ക്കാൻ വേണ്ടിയും കാത്തിരിക്കുന്നില്ലല്ലേ. അടങ്ങി ഒതുങ്ങി മര്യാദക്കാരനായിട്ട് എൻ്റെ കൂടെ വരണം. ഇപ്പോൾ ഉള്ള വണ്ടിയൊക്കെ റെഡിയാണ്. അധികം സംസാരമൊന്നും വേണ്ട. വിളച്ചിലുകൾ കാണിച്ചാൽ കൂടുതൽ പണിയാവും. ബാക്കിയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. Aliens.